അങ്ങനെ വർഷങ്ങൾ കൊണ്ടുള്ള ആഗ്രഹത്തിന് ഇന്ന് വിരാമമാവുകയാണ് കേട്ടോ. കുറേ കുറേ കൊല്ലമായിട്ട്, ഒരു 3-4 കൊല്ലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന്ന് ഞാൻ സാധിക്കാൻ പോവുകയാണ്. ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ്. ഞങ്ങളിങ്ങനെ റൂമൊക്കെ, അതായത് നമ്മുടെ വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ പറക്കോട് പോകണം. കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടന്ന് തന്നെയാണ് പോകുന്നത് കേട്ടോ. നടന്ന് കുറച്ച് ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് നടക്കാൻ. 3 അതിന് മേളിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അത്രയും ദൂരം നടക്കാനുണ്ട്. ഈ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്, കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ നടന്ന് പോകുന്നതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയാണ് കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിലൊക്കെ പോകുമ്പം അത്ര ഒരു രസം നമുക്ക് കിട്ടില്ല. ഇത് നമ്മുടെ അവിടുത്തെ കനാലാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ കാണിക്കാം കനാലും വെള്ളമൊക്കെ. അപ്പം അത് ഞാനൊക്കെ വീഡിയോ ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് പോകുന്ന വഴിയാണ് കേട്ടോ. 2 സൈഡും നല്ല വയലായിരുന്നു. പണ്ടൊക്കെ ഇതൊക്കെ വയലായിരുന്നു. ഇപ്പം തെങ്ങ്, മരച്ചീനി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചേക്കാണ്. ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഒരുപാട് കൃഷി സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം പണ്ട് നല്ല നെൽപ്പാടങ്ങളായിരുന്നു. ഇപ്പം അങ്ങനെ ആരും ഇവിടെ അങ്ങനെ നെൽകൃഷി ഞാൻ കാണുന്നില്ല. കുറേ പണ്ടൊക്കെ എൻ്റെ സ്കൂൾ ടൈമിലൊക്കെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിരുന്നത് ഈ നെൽപ്പാടത്തിൻ്റെ നടുവിലൂടെയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകൾ. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയോട് കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കത്തെ ചൂട് സഹിക്കാൻ മേലാത്തതുകൊണ്ടാണ് നമ്മൾ അത്ര ലേറ്റായിട്ട് ഇറങ്ങിയത്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു പോയിട്ട്. പക്ഷേ ഞങ്ങൾ പല കാര്യങ്ങളും അത് മാറ്റി വെച്ചു, സമയക്കുറവ് കാരണം. ഈ ചൂട് കാരണം തന്നെ ഞങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ അവിടെ ചെന്നപ്പോൾ തന്നെ ടയർഡായി. അങ്ങനെ ഞങ്ങൾ പറക്കോടെത്തിയിട്ട് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് അങ്ങനെ ഇത് ഈ കാണുന്നത് പുനലൂർ പോകുന്ന റൂട്ടാണ് കേട്ടോ. പത്തനാപുരം പുനലൂർ റൂട്ടാണ്. ഇത് പറക്കോടാണ് സ്ഥലം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ എത്താറായിരിക്കുകയാണ്. അങ്ങനെ ഷോപ്പിലെത്തി. ഇപ്പം തന്നെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. അതെ, ഞാൻ കുറേ നാളുകൊണ്ട് ചിന്തിച്ച് വെച്ചിരുന്നതാണ് കാത് കുത്തണമെന്ന് കേട്ടോ. അങ്ങനെ കാത് കുത്താൻ പോവാണ്. കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ പല സജഷൻസും തന്നു കേട്ടോ. പല സജഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ടായിട്ടുള്ള സ്റ്റഡ് ഇടാനാണോ, അതായത് നോർമൽ നമ്മുടെ സ്റ്റഡ് ഇടാനാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 ഇടണം, അതേപോലെ രീതിയിൽ ചെയ്തു തരണം. കാരണം റൗണ്ടായിട്ട് ഇടുന്നതാണെങ്കിൽ കുറച്ച് താഴത്തേക്ക് കുത്തണമെന്നും, സ്റ്റഡ് മാത്രമാണ് ഇടുന്നതെങ്കിൽ കുറച്ച് മേളിലേക്ക് സെൻറ്ററായിട്ടാണ് കുത്തുന്നതെന്നുമാണ് ആൾ പറഞ്ഞത്. എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയത്തില്ല. അറിയുന്നവരുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞാൻ ആൾക്കടുത്ത് പറഞ്ഞത് എനിക്ക് 2 ഇടണം, അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിൽ എനിക്ക് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആളുടെ കയ്യിലിരിക്കുന്ന മാർക്കർ വെച്ചിട്ട് എനിക്ക് മാർക്ക് ചെയ്ത് തന്ന ആദ്യം അവിടെയാണ് കുത്താൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനത് കണ്ണാടിയിൽ നോക്കിയിട്ട് ഓക്കെ, ഒരുവിധം ഓക്കെ, ആ ഏരിയ ഓക്കെ ആണെന്ന് കണ്ടു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ആളുടെ ആ മെഷീൻ എടുത്തിട്ട് സ്റ്റഡ് ഇടാൻ പോവാണ്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, നല്ല വേദന എടുക്കുമെന്ന് നോക്കൂ ഓരോരുത്തർ പറഞ്ഞു കേട്ടോ. പക്ഷേ അത്ര വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലൊരു നേരിയ രീതിയിലൊരു വേദന, ഒരു വൈബ്രേഷൻ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വേദനയും ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ഒരുപാട് പേടിച്ചാണ് പോയത്. പേടി മീൻസ് നല്ല വേദന ഉണ്ടാകുമ്പോൾ അവിടെ കുഴിക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ നല്ല വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും വേദനയൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി സ്റ്റഡൊക്കെ ഇട്ടു. അതാണ് നമ്മുടെ സ്റ്റഡ്. അങ്ങനെ ഒരു സ്റ്റഡ് ഞാൻ എക്സ്ട്രാ മേടിച്ചു. ഇതൊരു 5 ദിവസം ഇടണമെന്ന് പറഞ്ഞായിരുന്നു. 5 ദിവസം ഇട്ടിട്ട് അത് ജസ്റ്റ് തിരിച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക്, അത് ഒട്ടാതിരിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ജ്യൂസൊക്കെ കുടിച്ച് എന്നിട്ട് നമ്മളവിടെ അടുത്തൊരു നഴ്സറിയിൽ വന്നു കേട്ടോ. കുറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ട്, ഫലവൃക്ഷങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മുടെ പുതിയ വീട്ടിൽ അങ്ങനെ ചെടികളോ വൃക്ഷങ്ങളോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലാം ഇനി വേണം മേടിച്ച് വെക്കാനായിട്ട്. ഓരോന്നായിട്ട് കുറച്ച് മേടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇന്ന് കുറച്ച് മേടിച്ചു കേട്ടോ. ഒരു പ്ലാവ്, ഒരു മാവ്, പിന്നെ ഒരു റംബുട്ടാൻ്റെ തൈ, പിന്നെ അവക്കാഡോ. മെയിനായിട്ട് എനിക്ക് അവക്കാഡോ വേണമെന്നായിരുന്നു ആഗ്രഹം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. അപ്പം അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുടെ ഒരു മരം മേടിച്ചിട്ടുണ്ട്, ചെറിയൊരു തൈ മേടിച്ചിട്ടുണ്ട്. പിന്നെ 2 ചെടികൾ മേടിച്ചിട്ടോ. മുല്ലയും പിന്നെ മൺഡേ എന്ന് പറഞ്ഞൊരു ചെടിയില്ലേ ഇപ്പോൾ ട്രെൻഡിങ് കൊണ്ടിരിക്കുന്ന 2 കളർ പൂ വരുന്ന ചെടി, അത് മേടിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ 2 മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണേ മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ പിന്നെ മൾബറിയും മേടിച്ചു കേട്ടോ.
അങ്ങനെ കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയുണ്ട്, ഇത് കനാൽ റോഡാണ് കേട്ടോ. കനാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്ത് കനാലിലെ വെള്ളം തുറന്നു വിടും കേട്ടോ. ഇതൊരു ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പം അത് ആ ഡാം തുറന്നു വിട്ട് കഴിയുമ്പോഴത്തേക്കും കനാൽ ഫുള്ള് നിറഞ്ഞൊഴുകും കേട്ടോ. ഈ ഭയങ്കര അപകടമാണ്. രണ്ട് സൈഡും ഭിത്തിയോ അങ്ങനെ ഒന്നും കെട്ടിയിട്ടുമില്ല. ഈ കനാലിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പിയാണ് വെള്ളം പോകുന്നത്. സ്കൂൾ കുട്ടികളൊക്കെ ഇതുവഴിയാണ് നടന്നും പോകുന്നത്. അല്ല, ഞാൻ എൻ്റെ കൊച്ചിലെയും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങളും ഇതുവഴിയൊക്കെയാണ് കേട്ടോ നടന്നു പോകുന്നത്. അപ്പോൾ ഇത് ഒന്നോർത്ത് കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. മാത്രമല്ല ഈ കനാൽ റോഡ് അധികം അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. കുറേ കാലങ്ങൾ കൊണ്ട് അതങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഈ ഓട്ടോയിൽ പോകുമ്പോൾ തന്നെ നല്ല കുലുക്കാണ്. അപ്പോൾ ബൈക്കിലൊക്കെ പോകുന്നവർ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല അപകടത്തിനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ഗുരുമന്ദിരമാണ് കേട്ടോ. പണ്ടൊക്കെ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജി. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഗുരുമന്ദിരത്തിലൊക്കെ എല്ലാ ഞായറാഴ്ചയും ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുന്നത്, ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. അപ്പോൾ എല്ലാവരും കൂട്ടുകാരും ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ഓർമ്മകളാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാൻ പറ്റാത്ത നല്ല കുറേ നിമിഷങ്ങൾ എനിക്ക് സമ്മാനിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ കോളൂർപ്പടി എത്തി. പണ്ട് നമ്മുടെ വീടുണ്ടായിരുന്നത് ആ ഗുരുമന്ദിരത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് കിടന്ന വഴിയിലായിരുന്നു. ഇപ്പം നമുക്ക് കോളൂർപ്പടിയിൽ വരണം. കോളൂർപ്പടിയിൽ വന്നിട്ട് അവിടുന്ന് ഈ ചെറിയൊരു വഴി ഉള്ളിലേക്ക് കയറിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടത്. അപ്പം ഈ വഴി കുറച്ച് ദൂരമൊക്കെ ടാറിട്ടിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് നോർമലായിട്ട് കിടക്കുകയാണ്. ഫ്യൂച്ചറിൽ ഇനി എന്തെങ്കിലും ഈ വഴി നന്നാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴ വരുമ്പോഴാണ് ഞങ്ങൾ ബുദ്ധിമുട്ടാൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതുപോലുള്ള റോഡാണ്. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്. അങ്ങനെ നമ്മൾ നല്ലൊരു യാത്രയും നല്ല ഒക്കെ ചെയ്തിട്ട് നമ്മൾ വീട്ടിലെത്താറായി. അപ്പം ഇനി പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പം ബൈ.